വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഇന്ന് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ റിവൈസ് ചെയ്യാം. ഇത് നമുക്ക് ഓടിച്ചെന്ന് നോക്കാം. നിങ്ങളെല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. വേറെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1. 1 on 2 പിന്നെ ഇക്വാലൻസ് റിലേഷൻ ഇതൊക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. 1 മാർക്കിന് ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും. F is a function from A to B. G is a function from B to C. 1, 2, 3. A, B, C. X, Y, Z. Question whether F and G are bijective. F ഉം G യും ബൈജക്റ്റീവ് ആണോ? ബൈജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ബൈ എന്ന് പറഞ്ഞാൽ രണ്ട്. 1 1 ആയിരിക്കണം, 1 2 ആയിരിക്കണം അല്ലേ? ഇവിടെ നോക്കി Y എലിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഇല്ലല്ലോ, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. 1 A 2 B 3 C. F is 1 1. ഇനി ഡി എന്ന് പറഞ്ഞ എലിമെൻറ്റിന് പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമൈൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലേ? എ ബി സി മാത്രമേ ഉള്ളൂ റേഞ്ച്. അത് കോഡൊമൈൻ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു ഒന്ന് അങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫിഗറൊക്കെ ആണെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഡി ഹാസ് നോ പ്രീ ഇമേജ്, നമുക്കെന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ഓൺ ടു. എഫ് ഈസ് 1 1 ബട്ട് നോട്ട് ഓൺ ടു. ജി നോക്കാം. ഇവിടെ വൈ എലിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലേ? എക്സ് എ എക്സ് ഉണ്ട്, ബി എക്സ് ഉണ്ട്. ജി ഈസ് നോട്ട് 1 1 ബട്ട് എക്സ് വൈ ഇസഡ്. അവിടെ എക്സ് റിപ്പീറ്റ് ചെയ്താൽ നമ്മൾ റേഞ്ച് എടുക്കുമ്പോൾ എക്സ് വൈ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ സി. റേഞ്ചും കോഡൊമൈനോട് ഈക്വൽ ആണ് അല്ലെ? ഐഡൻറ്റിക്കൽ സെറ്റ്. നമുക്ക് എന്ത് പറയാം? therefore it is on to. A is equal to set 1 2 3. R is equal to റിലേഷൻ തന്നിട്ടുണ്ട് 1 3 3 1 2 2. ഇത് 1 മാർക്കാൻ പറ്റും. R is ഓപ്ഷൻ എ റിഫ്ലെക്സീവ്, ഓപ്ഷൻ ബി R is സിമെട്രിക്, സി ട്രാൻസിറ്റീവ്, ഡി റിഫ്ലെക്സീവ് ബട്ട് നോട്ട് സിമെട്രിക്. ഇവിടെ നമുക്ക് എയിൽ എത്ര എലിമെൻ്റ് ഉണ്ട്? 1 2 3. ഇവിടെ നമുക്ക് തരുന്ന ഓർഡേഡ് പെയറിൽ ഈ 3 എലിമെൻറ്റ്സും അതിനോട് റിലേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കണം. 1 1 2 2 3 3. അത് മൂന്നും ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 4 എലിമെൻറ്റ്സ് ആണെങ്കിലോ 1 1 2 2 3 3 4 4. ഇവിടെ 2 2 മാത്രമേ ഉള്ളൂ അല്ലേ? സോ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ഇനി 1 3 തിരിച്ചിട്ടാലോ 3 1 2 2 തിരിച്ച് 2 2. നമുക്ക് എന്താ പറയുക? ആർ ഈസ് സിമെട്രിക്. 1 3 3 1. 3 ഇതേ നമ്പർ തുടങ്ങുന്ന ഈ വൈ കോർഡിനേറ്റ് തുടങ്ങുന്ന ഇവിടെ ഉണ്ടല്ലോ, നമുക്കത് ചെക്ക് ചെയ്യണം. 1 3 ഉണ്ട്, 3 1 ഉണ്ട്. 1 1 ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എന്ത് പറയുക? ഇറ്റ് ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ഇവിടെ ഉള്ള ഓപ്ഷൻ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, റിഫ്ലെക്സീവ് ബട്ട് നോട്ട് സിമെട്രിക്. അപ്പം നമുക്ക് എഴുതാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ആർ ഈസ് സിമെട്രിക്. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ട്രാൻസിറ്റീവ് ഉണ്ടോ എന്ന് കൂടെ ചെക്ക് ചെയ്യണം. Number of elements in A 2. Number of elements in B 3. Number of 1 1 function. Number of 1 1
functions from A to B is dash. Number of 1 functions from A to B. B യിൽ എത്ര എലിമെൻ്റ് ഉണ്ട്? 3p2 npr n factorial by n minus r factorial 3 factorial by 1 factorial 1 factorial 3 factorial 3 into 2 into 6. ഇത് തിരിഞ്ഞായിരുന്നെങ്കിലോ? ഇവിടെ 3 അവിടെ 2 ആയിരുന്നെങ്കിലോ? നമ്പർ ഓഫ് 1 ഫംഗ്ഷൻ 0. നമ്പർ ഓഫ് 1 ഫംഗ്ഷൻ ഫ്രം എ ടു ബി ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ n greater than n. Number of 1 ഫംഗ്ഷൻ്റെ ഫോർമുല എന്ത് വരും? npm. If n is greater than m. If n is less than m, number of 1 function is 0. Question number 4. Range of an onto function from x to y is dash. Answer right. onto ആയിരിക്കണമെങ്കിൽ റേഞ്ചിങ് കോഡമീൻ ഐഡന്റിറ്റി ആയിരിക്കും. Question number 5. R is equal to ordered pair xy such that x minus y element is z. Z means set of integers. X comma y element is z. X and y integers. Prove that R is, we can prove that R is an equivalence relation. X minus x 0. 0 is an integer. X minus y integer ആണെങ്കിൽ ഏതോടെ pair ഉണ്ട്? X comma y. ഇവിടെ x minus x 0 implies x comma x element capital R reference relation. Therefore R is implies R is reflexive. നമുക്ക് സിമെട്രിക് നോക്കാം. Let xy element R. xy element R implies x minus y element z. xy ഉണ്ടെങ്കിൽ x minus y എന്തായിരിക്കും? ഇൻറ്റിജർ ആണ്. 2 minus 3 നെഗറ്റീവ് 1 ഇൻറ്റിജർ ആണ്. 3 തിരിച്ചിട്ട് 3 minus 2 പോസിറ്റീവ് 1 implies yx element. Therefore R is symmetric. Let xy element R. ഇനി y തുടങ്ങുന്ന ഓർഡർ yz element R implies x minus y and y minus z element z integers ആയിരിക്കും അല്ലേ? x minus y plus y minus z 2 integers, negative 2 positive 3 add ചെയ്ത് positive 1 again an integer അല്ലേ? Sum of 2 integers is again an integer. So x minus y plus y minus z element is implies x minus z. xy ഉണ്ട്. x minus z ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? x comma z element R. Therefore R is transitive. നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. എന്തെഴുതണം? R is reflexive, symmetric and transitive നമ്മൾ പ്രൂവ് ചെയ്യും. Therefore R is an equivalence relation. എഴുതിയിട്ടുണ്ട്.
R is an equivalence relation. ആ ഒരു സെൻറ്റൻസും കൂടെ എഴുതണം കേട്ടോ. Which is 1 function. F of x is equal to x square. F of x is equal to mod x. F of x x cube. F of x is equal to sin x. ഇതിൽ ഏതാണ് 1 ഇതെല്ലാം R2 ആണ്. -1 കൊടുത്താൽ 1, +1 കൊടുത്താലും 1. y കോർഡിനേറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം. മോഡ് എക്സ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -1 +1 1 അത് തന്നെ. പിന്നെ എക്സ് ക്യൂബ് അതാണ്. ഇപ്പോൾ 1ൻ്റെ ക്യൂബ് 1, 2ൻ്റെ ക്യൂബ് 8. പിന്നെ സൈൻ എക്സ് ആണെങ്കിലും നമുക്കറിയാം. ഇപ്പോൾ സൈൻ 90 ഡിഗ്രി 1, സൈൻ 540 360, സൈൻ 360 സോറി സൈൻ 450 360 + 90 എന്ത് വരും? സൈൻ 91. അവിടെ എങ്ങനെ y കോർഡിനേറ്റ് നമുക്ക് ആൻസർ എന്ത് വരും? F of x is equal to x cube. That is 1 അതാണ് ആൻസർ. F of x is equal to x cube. ഇടയ്ക്ക് ഇപ്പോൾ 1 മാർക്കും ഏതെങ്കിലും മിക്ക ക്വസ്റ്റ്യൻ്റെ കൂടെ 1 മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1 മാർക്കിന് പറഞ്ഞു കൊടുക്കുന്നത്. F of x x minus 2 by x minus 3. X is an element of R minus Z3. The question കൂടെ കണ്ടീഷൻ തരുന്നതാണ്. R minus Z1. Prove that F is 1 and owned. അല്ലെങ്കിൽ ചിലപ്പോൾ ചെക്ക് വെദർ F is 1 and owned എന്ന് ചോദിക്കാം. അത് നമുക്ക് 1 ചെക്ക് ചെയ്യാം. F of x1 is equal to F of x2. x1 minus 2 by x1 minus 3. x2 minus 2. ആദ്യം എക്സിൻ്റെ സ്ഥാനത്ത് x1 കൊടുക്കുക, പിന്നെ എക്സിൻ്റെ സ്ഥാനത്ത് x2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ x1 minus 2 into x2 minus 3. x1 x2 minus 3x1 minus 2x2 minus 2 in minus plus x1 x2 minus 2x1 minus 3x2 plus 6. Left equal minus x1 is equal to minus x2. x1 is equal to x2. Therefore f is 1 1. Therefore f is 1. നമുക്ക് ഓൺ ടു ചെക്ക് ചെയ്യാം. f of x നമുക്ക് y എന്ന് കൊടുക്കാം. x minus 2 by x minus 3. xy minus 3y. ക്രോസ് മൾട്ടിപ്ലൈ. x എല്ലാം ഒരു സൈഡിൽ x ഓൺ എടുക്കാം. കണ്ടീഷൻ വന്നിട്ടുണ്ട്. y എന്താണ്? y എലമെൻറ്റ് R മൈനസ് Z1. 1 ഒഴികെയുള്ള റിയൽ നമ്പറാണ് അല്ലേ? ഇവിടെ 1 വന്നാലല്ലേ 0 വരുള്ളൂ. 0 വന്ന് നോട്ട് ഡിഫൈൻഡ് റിയൽ നമ്പറേ അല്ല. അപ്പോൾ ഇത് 1 വരുന്നില്ലല്ലോ. ഇതെന്ത് റിയൽ നമ്പർ ആകത്തില്ലേ? ഇറ്റ്സ് ആൻ എലമെൻറ്റ് ഓഫ് R. Therefore f is odd. One on to. Question number 8. R is equal to ordered pair AB such that A comma B element in AB is a factor of 6.
check R is an equivalence relation. So check R is reflexive, symmetric and transitive. ഇത് മൂന്ന് ചെക്ക് ചെയ്യും. എ ബി ഇസ് 2 2 നമുക്ക് നോക്കാം. 2 2 വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? എ ഇൻറ്റു ബി, ഓർഡേഡ് പെയർ എ ബി വരണമെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് 6ൻ്റെ ഫാക്ടർ ആയിരിക്കണം അല്ലേ? 2 2 2 ഇൻറ്റു 2 എത്രയാണ്? 4. 4 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 6. Therefore 2 2 not an element of R. നമ്മൾ 2 2 ചെക്ക് ചെയ്യാൻ പോവാണ്. 2 ഇൻറ്റു 2 4, 6ൻ്റെ ഫാക്ടർ അല്ല. അത് 2 2 നോട്ട് ആൻ എലമെന്റ് ഓഫ് R. Therefore R is not reflexive. ഇനി സിമ്മെട്രി നോക്കാം. സിമ്മെട്രി നമുക്ക് ജനറൽ ആയിട്ട് പറയട്ടെ. 2 3 ഫാക്ടറാണ്. 2 ഇൻറ്റു 3 6, 6 ഈസ് എ ഫാക്ടർ ഓഫ് 6. അങ്ങനെ എക്സ് വൈ നമ്പർക്ക് പറയാം. 2 3 എലമെന്റ് ആർ. 2 ഇൻറ്റു 3 ഈസ് എ ഫാക്ടർ ഓഫ് 6. പ്രോഡക്റ്റ് നമുക്കറിയാം. എ ഇൻറ്റു ബി എന്താ? ബിയുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. 2 ഇൻറ്റു 3 എന്നൊക്കെ തിരിച്ചെഴുതാനോ. 3 ഇൻറ്റു 2 ഈസ് എ ഫാക്ടർ. 3 ഇൻറ്റു 2 ഫാക്ടർ ആണ്. നമുക്ക് എന്തെഴുതാം? 3, 2 എലമെന്റ് ആ. ഇവിടെ എ ബി ഓർഡേഡ് പെയർ ആണെങ്കിൽ എ ഇൻറ്റു ബി എന്തായിരിക്കണം? 6ൻ്റെ ഫാക്ടർ ആയിരിക്കണം. ഇവിടെ 2 ഇൻറ്റു 3 6 ഈസ് എ ഫാക്ടർ ഓഫ് 6. തിരിച്ചിട്ടാലോ? 3 ഇൻറ്റു 2 എക്സ് വൈ ഓർഡേഡ് പെയർ ഉണ്ടെങ്കിൽ എക്സ് വൈ ഒരു ഫാക്ടർ ആവും. ഇംപ്ലൈസ് y is a factor, so xy element, yx element are, so R is symmetric. Number 2. Therefore R is symmetric. 1 6, 1 into 6 6 is a factor. 6 into 1 is a factor, so 6, 1 symmetric. നമുക്ക് ട്രാൻസിറ്റീവ് 2 3 element R, because 2 into 3 6, 6 is a factor. 3 2, that is also a factor. 3 into 2 6, so 3 2 element R. But 2 2, 2 into 2 4, 4 is not a factor of 6, like not an element of R. Therefore R is not transitive. F is a function from n to n. F of x is equal to x plus 1. Check if f is bijective or not. Bijective or not. F of x1, f of x2. x1 plus 1 is equal to x2 plus 1. So f is 1 1. 1 1 ആണ്. ഇനി നമുക്ക് പോയിന്റ് ചെക്ക് ചെയ്യാം. ഇവിടെ n to n ആണ് അല്ലേ? ഇവിടെ 1 2 3 4. 1 in the codomain n.
y is equal to 1. f of x എന്താണ് ഇവിടെ x plus 1 is equal to 1. Implies x is equal to 0. 0 is a whole number, അല്ലേ, നോട്ട് എ natural number. ഇവിടെ ഡൊമെയിൻ എന്താണ്, ആ ഡൊമെയിനകത്ത് വരണം ഈ കിട്ടുന്ന വാല്യൂ. പക്ഷേ 0 ആണ് കിട്ടിയത്, നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് എൻ. ഇവിടെ 1 എന്ന് പറഞ്ഞ നമ്പർ 1 in the codomain n has no pre-image in domain. Therefore, it is not on to, so it is not byte. Therefore, f is not on to. Therefore, f is not byte. ഫസ്റ്റ് ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ്. സെക്കൻഡ് ചാപ്റ്റർ ബേസ് ട്രിഗണോമെട്രി ചെറിയ ചാപ്റ്ററാണത്. കുറച്ച് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റിൽ മെട്രിക്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യനുകൾ മിക്സ് ചെയ്യുകയാണ്. സെക്കൻഡ് വീഡിയോ നാളെ ഇരുന്നാണ്. നിങ്ങളെല്ലാവരും പഠിക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്.